അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അടുത്തൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് രണ്ട് സംഗതികൾ പറയാനുണ്ട്, രണ്ട് സെറ്റായിട്ട്. അതിലൊന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആദ്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു 3 വീഡിയോ ഞാൻ ചെയ്യുമെന്നും അത് 3 ഏകദേശം ഒരേ പാറ്റേണിലുള്ളതാണെന്നും കേട്ടാൽ തള്ളായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഒരു ഒന്നാം പകുതി രണ്ടാം പകുതി എന്ന രീതിയിലുള്ളൊരു സംഗതി ഇതിനുണ്ട് എന്നും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞ 3 വീഡിയോകളിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. രണ്ടാമതായിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിന് പേരിട്ടിട്ടുള്ളത് പ്ലാസിബോ കറാമത്ത് എന്നാണ്. പ്ലാസിബോ കറാമത്ത്. ഇതിൽ പ്ലാസിബോ എന്താണ്, കറാമത്ത് എന്താണ്, ഇത് രണ്ടും ഞാൻ ആദ്യം ഒന്ന് പറയാം. പ്ലാസിബോ എന്ന് പറയുന്നത് പ്ലാസിബോ ഇഫക്റ്റ്. പ്ലാസിബോ ഇഫക്റ്റിൽ നിന്നാണ് ഞാൻ ആ പ്ലാസിബോ എന്ന പേര് മാത്രം അടർത്തിയെടുത്തത്. പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖമുണ്ട്, എന്നാൽ നമുക്കൊരു മരുന്ന് കിട്ടുന്നു. അത് ആ അസുഖത്തിൻ്റെ മരുന്നൊന്നല്ല, നമ്മൾ ആ മരുന്ന് കുടിക്കുന്നു. മരുന്നോ അല്ലെങ്കിൽ മരുന്നാണെന്ന് പറഞ്ഞിട്ടൊരു സംഗതി അത് കിട്ടുന്നു, അത് നമ്മൾ കുടിക്കുന്നു. എന്നാൽ അതതിൻ്റെ നമ്മുടെ അസുഖത്തിൻ്റെ മരുന്ന് അല്ലാതിരുന്നിട്ടും നമുക്ക് ആ അസുഖം മാറിയതായിട്ട് തോന്നലുണ്ടാകുന്നു ഈ മരുന്ന് കഴിച്ച കാരണത്താൽ. ഈ രീതിയിലുള്ള ഒരു തോന്നലിനെയാണ് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരാൾ ഒരു ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു കുറച്ച് പച്ചവെള്ളം തരുന്നു. അയാൾ പറയുകയാണ് ഇത് മരുന്നാണ്, നിനക്കിപ്പോൾ തലവേദന അല്ലേ, നമുക്ക് തലവേദന ഉള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയുകയാണ് ഇത് നിനക്ക് ഉള്ള മരുന്നാണ്, ഇതൊന്ന് കുടിച്ചാൽ മതി, നിൻ്റെ തലവേദന പമ്പ കിടക്കും. അപ്പോൾ നമുക്ക് അയാളോടുള്ള വിശ്വാസമുണ്ട്. അയാൾ തന്ന വെള്ളം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നു, നമ്മുടെ തലവേദന പമ്പ കിടക്കുന്നു. അത് നമുക്ക് ആ ഒരു രീതിയിലൊരു തോന്നൽ വരുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെതായ തോന്നലുകൾ കൊണ്ട് നമുക്ക് പലതും കഴിയും, പലതും കഴിയാതെ ആവും. അപ്പോൾ ആ രീതിയിലുള്ളൊരു തോന്നലാണ് ഈ ഒരു പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നത്. ഇനി കറാമത്ത് എന്തെന്ന് പറയാം. ഒരു ദിവ്യശക്തി എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. കറാമത്ത്, മുഅ്ജിസത്ത്, ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട് ഇത്തരം ഒരു ദിവ്യശക്തി. ദിവ്യശക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ വെളിവാകുന്ന ദിവ്യ അത്ഭുതം അല്ലെങ്കിൽ ദിവ്യശക്തി, അതിനെ അറബിയിൽ മുഅ്ജിസത്തും കറാമത്തെന്നും വിളിക്കുന്നുണ്ട്. അതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു പ്രവാചകനായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനായി അറിയപ്പെട്ട ഒരാളിൽ നിന്ന് വെളിവാകുന്ന ഒരു ദിവ്യാത്ഭുതം അല്ലെങ്കിൽ ദിവ്യശക്തി, അതിനെ മുഅ്ജിസത്ത് എന്ന് പേര് വിളിക്കും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. എന്നാൽ ഇതേപോലെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സൂഫികൾ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാണെന്ന് പറയുന്ന ഔലിയാക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, അതായത് ദിവ്യന്മാർന്ന് നമ്മളവിടെ പറയുന്ന ദിവ്യൻ, വ്യാജ ദിവ്യൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ, മുസ്ലിങ്ങളുടെ കൺസെപ്റ്റിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണ് എന്ന് അവർക്ക് തോന്നുന്ന ഒരാൾ, എന്നാൽ നബിയൊന്നുമല്ല, അത്തരം ആളുകളിൽ നിന്ന് വെളിവാകുന്ന ദിവ്യാത്ഭുതങ്ങളെയും ദിവ്യശക്തികളെയുമാണ് കറാമത്ത് എന്ന് പറയും. ഇനി പറയാൻ പോകുന്നത് ഈ പ്ലാസിബോ കറാമത്ത്. പ്ലാസിബോയും കറാമത്തും വളരെ കൂട്ടിച്ചേർത്തത് എന്തുകൊണ്ട് എന്നുള്ളത് ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്ക് വിൽക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് നല്ല പോലെ അറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ വിൽക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഈ മതം എന്ന് പറയുന്നത്. അതും ആർക്കെന്നറിയോ? മതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക്, മതത്തിൽ നിൽക്കുന്ന മതപണ്ഡിതരും മതപുരോഹിതരുമായ ആളുകൾക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, കണ്ണിൽ ചോര ഇല്ലെങ്കിൽ, മനസ്സാക്ഷി ഇല്ലെങ്കിൽ, അവർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മതത്തിനെ വളരെ നല്ല രീതിയിൽ വിൽക്കുക എന്നുള്ളത്. നല്ല രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം എങ്ങനെ പറയാ, ഈ മോർ ഓവർ എന്നൊക്കെ പറയില്ലേ, സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ സാധാരണ ഒരു പ്രസംഗം നടത്തി പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ച് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനയുടെ ഭാഗമായോ അതിന് മേൽനോട്ടം വഹിച്ചോ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, ഉഡായിപ്പ് കാണിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് മതം. അതിനനുസരിച്ച് മനസ്സാക്ഷി ഉണ്ടാകാൻ പാടില്ല. മനസ്സാക്ഷി ഉണ്ടാവരുത്. പറ്റിക്കാനുള്ള ഒരുപാട് കുതന്ത്രങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തേടിയെത്തുന്ന ചില മൊമെൻറ്റുകളെ നമ്മിൽ നിന്ന് വെളിവായ ഒരു ദിവ്യാത്ഭുതമാക്കി മാർക്കറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ആളുകളുടെ ശ്രദ്ധ നമ്മളിലേക്ക് ക്ഷണിച്ചിട്ട് നമുക്ക് ആ ഒരു മതത്തെ വിൽക്കാൻ കഴിയും. അപ്പോൾ മതം എങ്ങനെ വിൽക്കാം എന്നതിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ്സാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഏതായാലും അത് ചിലപ്പോൾ അത്ര അധികം വ്യക്തമായിട്ടുണ്ടാവില്ല. ഇനി ഒരവസരത്തിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം ആ ഒരു മെത്തേഡ്. ഇത് എങ്ങനെയാണ് ഈ ഒരു സംഗതി വിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കറാമത്ത് പ്രചാരണങ്ങൾ. അതൊന്നുകിൽ രണ്ട് രീതിയിലാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ മരിച്ച ഏതെങ്കിലും ആളുകളുടെ പേരിൽ കറാമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവർക്ക് കറാമത്തുണ്ട്, ദിവ്യശക്തി ഉണ്ട്, അത്രമാത്രം അള്ളാഹുവിനോട് അടുത്ത ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഖബറുകളെ പ്രൊമോട്ട് ചെയ്യും. അവർ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് അവരെ മറമാടിയ, അവരെ മറ ചെയ്ത, കുഴിച്ചിട്ട ആ സ്ഥലത്തിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ ഒരു പണപ്പെട്ടിയും വെച്ചിട്ട് എന്നിട്ട് അവരുടെ പേരിൽ ഉറൂസ്, നേർച്ച, ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞ് പലതരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് അവിടേക്ക് ആളുകളെ വരുത്തി ഒരു ജനങ്ങളുടെ ഒരു ഒഴുക്ക് അങ്ങോട്ട് സൃഷ്ടിച്ചിട്ട് അവിടെ പൈസ മാക്സിമം ഉണ്ടാക്കാനുള്ള പരിപാടികൾ അവർ നടത്തും, ഇത്തരം ആളുകൾ. ഇനി മറ്റൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു ഉസ്താദായിട്ട് ചമയുന്നു, അല്ലെങ്കിൽ ഒരു പുരോഹിതനായി ചമയുന്നു, അല്ലെങ്കിൽ ഒരു ദിവ്യനായി ചമയുന്നു. എന്നിട്ട് അയാളുടെ കുറച്ച് ശിങ്കിടികൾക്ക് അയാളുടെ ജീവിതത്തിൽ നടന്ന ചില സംഗതികൾ, ചിലത് പൂർണ്ണമായിട്ട് കള്ളമായിരിക്കും, ചിലത് വിശ്വസനീയമായ സംഗതികളായിരിക്കും. എന്നാൽ വിശ്വസനീയമായ സംഗതികളിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ യാദൃശ്ചികമായി നടന്നിരിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ എടുത്തിട്ട് അതങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് അത് അവർക്ക് വിശ്വസ്തരായ ആളുകളുടെ കയ്യിൽ, ഈ പുരോഹിതർക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ കൊടുക്കും. അവരോട് പറയാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു തന്ത്രപരമായിട്ട് അവതരിപ്പിക്കുക. ഞാൻ എന്നെ തന്നെ വലുതാക്കുന്നു, അതായത് ആ പുരോഹിതനാണെങ്കിൽ ആ പുരോഹിതനെ തന്നെ വലുതാക്കുന്നു എന്ന രീതിയിലല്ല അത് കൺവേ ചെയ്യുക. മിക്ക തന്ത്രശാലികളും അതല്ലാത്തൊരു രീതിയിലാണ് അത് കൺവേ ചെയ്യുക. വളരെ ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു സംഭവം അങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പോൾ അത് പറഞ്ഞു പോകുമ്പോൾ കേൾക്കുന്ന വിശ്വസ്തരായ ശിഷ്യന്മാർ, ഇവരുടെ അന്ധഭക്തരായ ശിഷ്യന്മാർ, അപ്പോൾ ഉസ്താദ് ഇത്രയും വലിയ സംഭവമാണല്ലേ, ഇത്രയും ഭയങ്കര ദിവ്യനാണല്ലേ, അപ്പോൾ ഇത് ഉസ്താദിനെ അംഗീകരിക്കുന്ന ഒരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നുമ്പോൾ അവരിങ്ങനെ പലയിടത്തായിട്ട് പറയും, പലയിടത്ത് പ്രചരിപ്പിക്കും. അങ്ങനെ ആളുകൾ അവരിലേക്ക് ഒഴുകും. അങ്ങനെ കാണുന്നിട്ട് കിടപ്പ്. ഇതേപോലെ എൻ്റെ ലൈഫിൽ ഉണ്ടായ ചില സംഭവങ്ങൾ, അതായത് ഇങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു, മതം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, മതം വിട്ടത് പൈസ ഉണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ശരിക്കും മതത്തിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ നിൽക്കുന്ന തൊലഞ്ഞ അവസ്ഥ എനിക്ക് ഉണ്ടാവില്ല. മനസ്സാക്ഷി എന്നൊരു സംഗതി ഇല്ലാതിരുന്നെങ്കിൽ, മനുഷ്യനെ പറ്റിക്കാനുള്ള ഉടുപ്പില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യനെ പറ്റിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഉടുപ്പില്ലാതെ പറ്റിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന ആളാണ് ഞാൻ. അതിനുള്ള തക്കതായ ചില സംഭവങ്ങൾ വിശ്വസനീയമായി തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. വിശ്വസനീയമായി തന്നെ എന്ന് പറയുമ്പോൾ ഒരു കളവ് വിശ്വസനീയമായി പറയാമെന്നല്ല കേട്ടോ, വിശ്വാസ്യതയുള്ള സംഭവങ്ങൾ, നടന്ന സംഭവങ്ങൾ തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. എൻ്റെ ലൈഫിൽ നടന്ന ചില സംഭവങ്ങൾ. അതിലൊരു സംഭവം, ആ സംഭവങ്ങൾ പറയാനാണ് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരു രസം, എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ ഫൺ, ഒരു രസത്തിന് വേണ്ടി എൻ്റെ കുറച്ച് അനുഭവങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരിലേക്കായിട്ട് ഞാൻ പറയുന്നു, അത്ര മാത്രമേ. അപ്പോൾ ഈ അനുഭവത്തിലുള്ള സംഗതി, ആദ്യത്തെ സംഭവം നടക്കുന്നത് ഞാൻ ഒരു പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ആ പള്ളിയുടെ അടുത്തൊരു ആശുപത്രി ഉണ്ട്. ആ ആശുപത്രിയെ കേന്ദ്രീകരിച്ച് നിർമ്മിച്ച പള്ളിയാണ്. ഈ പള്ളിയിൽ ഞാൻ ഇമാമായി നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ്, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഞാൻ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പള്ളിയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാൾ പള്ളിയുടെ ജനലിലൂടെ എന്നെ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അയാൾ എന്നെ കുറച്ചധികം നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെന്നിട്ട് അയാളോട് ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആളിനോട് പറഞ്ഞത്, ഉസ്താദ് ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ വല്യമ്മക്ക് തീരെ സുഖമല്ല, ഉസ്താദ് എനിക്ക് റഅദ് സൂറത്ത് ഒന്ന് എഴുതിയിട്ട് മായ്ച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ അതുവരെ ഈ ആത്മീയ ചികിത്സ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ആ സമയം വരെ ഞാൻ ഈ ആത്മീയ ചികിത്സകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പൊതുവേ ചെയ്യാറില്ല, ഞാൻ എനിക്ക് തന്നെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ചില അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത്
ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു അധ്യായം ഓതിയിട്ട് അല്ലെങ്കിൽ ഏതൊരു വചനം ഓതിയിട്ട് ഞാൻ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ ഊതിയിട്ട് കുടിക്കും. എന്നാൽ ഇത് വ്യത്യസ്തമായൊരു ചികിത്സാ രീതിയാണ് ആൾ എന്നോട് തന്നെ പറയുന്നത്. ആൾ വന്നിട്ട് പറഞ്ഞു, റാഅത്ത് സൂറത്ത്, എൻ്റെ വല്യമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, ആശുപത്രിയിലുണ്ട്, എണീക്കുന്നില്ല. അപ്പോൾ ഒരു റാഅത്ത് സൂറത്ത് എന്ന് പറയുന്ന സൂറത്ത് ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അത് മായ്ച്ച് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എഴുതേണ്ടത് എങ്ങനെയൊന്നും ആൾക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ അതെനിക്കറിയാം. അറബി മഷി എന്ന് പറയുന്നൊരു തരം മഷിയും ഒരു മരത്തും കൊണ്ടുണ്ടാക്കിയൊരു പേനയും ഉപയോഗിച്ചിട്ട് ഒരു വെളുത്തൊരു പ്ലേറ്റിൽ അത് അക്ഷരങ്ങൾ പിരിച്ച് ഇങ്ങനെ എഴുതുക ചെയ്യുക. അലിഫ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറബി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഇപ്പോൾ അൽഹംദുലില്ല എന്നൊരു സംഗതി ആണെങ്കിൽ ഈ അൽഹംദുലില്ല എന്ന വേർഡിൻ്റെ ആ ഒരു ഭാഗത്തിന്, ആ ഒരു സെൻറ്റൻസിനെ മുറിച്ച് അലിഫ് വേറെ, ലാമ് വേറെ, ഹ വേറെ, ഇങ്ങനെ സെപ്പറേറ്റ് അക്ഷരങ്ങളായിട്ട് എഴുതും. അപ്പോൾ അങ്ങനെ ഓർഡറിൽ എഴുതി പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഇത് പ്ലേറ്റിൽ എഴുതുന്നതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ആ രീതിയിൽ ഈ അറബി മഷി ഉപയോഗിച്ച് എഴുതിയതിന് ശേഷം അതിൽ വെള്ളമൊഴിച്ച് മായ്ച്ച് അതൊരു പാത്രത്തിലാക്കിയിട്ട് കൊടുക്കാനാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏതോ ഒരു ഉസ്താദ് അയാളോട് പറഞ്ഞതാണ് അങ്ങനെ ചെയ്താൽ മതി, പക്ഷെ അത് ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആൾ എന്നോട് വന്ന് പറയുന്നു. ഞാനത് ആളോട് പറഞ്ഞു, കുറച്ച് റിസ്ക്കാണ്, എന്നാലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചധികം സമയം ഇരുന്ന് റാഅത്ത് സൂറത്ത് എഴുതി. അത് 2 തവണകളായാണ് എഴുതുന്നത് തോന്നുന്നുണ്ട്. കുറച്ചധികം റാഅത്ത് സൂറത്ത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു പ്ലേറ്റിൽ മൊത്തം എഴുതി തീർക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇരുന്ന് എഴുതി അതിൽ വെള്ളമൊഴിച്ച് മായ്ച്ച് അത് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊടുത്തു. അയാളത് കൊണ്ടുപോയി. പിന്നീട് അടുത്ത ഒരു വക്തിന് അദ്ദേഹം വന്നതിന് ശേഷം ആളെന്നോട് സംസാരിച്ചു. വല്യമ്മക്ക് സുഖമായി, വല്യമ്മ എണീറ്റിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ വല്യമ്മ എണീറ്റിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ ഈ അറബി മഷി എന്ന് പറയുന്നത് പ്രത്യേക കുറച്ച് മരുന്നുകൾ കരിച്ചതോ അങ്ങനെ എന്തോ ഒരു തരം ഇതാണ്. അതായത് അതിൻ്റെ നേച്ചറിൽ തന്നെ, പ്രകൃതിയാൽ തന്നെ അതൊരു തരം മരുന്നാണ്. അതിന് പുറമെയാണ് ഈ പറയുന്ന സംഗതികൾ. പക്ഷേ വല്യമ്മയുടെ അസുഖത്തിനുള്ള മരുന്ന് അതല്ല കേട്ടോ. അതായിരുന്നെങ്കിൽ വല്യമ്മ ആശുപത്രി തന്നെ വിട്ടു പോയേനെ. എന്നാൽ തളർന്ന് കടന്നിരുന്ന വല്യമ്മക്ക് ഒന്ന് എണീറ്റിരിക്കാൻ ഈ ഒരു മരുന്ന് കാരണം പറ്റി എന്നതാണ്. ഈ ഒരു എഡിഷൻ എനിക്ക് പറയുമ്പോൾ, എൻ്റെ ഈ ഒരു കഥ ഞാൻ പറയുന്ന സമയത്ത് എനിക്കിതൊരു ഭയങ്കര ദിവ്യാത്ഭുതമായിട്ട് പോർട്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് ഞാൻ ചെയ്തതിന് ഇദ്ദേഹം തന്നെ സാക്ഷിയാണ്, ഈ സുഹൃത്ത്. അപ്പോൾ ഞാനൊരു ആത്മീയ ചികിത്സാ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു സുഹൃത്തിനെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ആളുകളോട്. എന്നിട്ട് ഞാൻ പറയാണ്, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, ഞാൻ എഴുതിയത് കുടിച്ചിട്ട് ആളുടെ വല്യമ്മ സുഖമായില്ലെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആൾ പറയാം അതെ അന്ന് എണീറ്റിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരനുഭവ സാക്ഷ്യമായിട്ട് ആളുകൾ എടുക്കും. നമ്മുടെ മാർക്കറ്റ് കൂടും. എന്നാൽ ഞാൻ അവതരിപ്പിക്കേണ്ട വേർഷൻ ഇങ്ങനെയല്ല. നമ്മളത് കുറച്ചും കൂടി നാടകീയമായിട്ടാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി സ്വീകാര്യത വരും. എങ്ങനെയെന്ന് വെച്ചാൽ ഇദ്ദേഹം വരുന്നു, പള്ളിയിലേക്ക് വരുന്നു, എന്നെ കാണുന്നു, എന്നോട് കാര്യങ്ങൾ പറയുന്നു, വല്യമ്മക്ക് സുഖമില്ലാതെ കിടക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ഉസ്താദിൻ്റെ സജഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള സാധനമൊന്നും ഞാൻ മെൻഷൻ ചെയ്യാതെ ഞാൻ പറയണം, ഞാൻ ഉടൻ തന്നെ തീരുമാനിച്ചു, ഒരു ഖുർആനിൽ നിന്നൊരു അധ്യായം ഞാനത് ഒരു പാത്രത്തിൽ എഴുതിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് എഴുതി അത് വായിച്ച വെള്ളം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ വല്യമ്മക്ക് സുഖമാവുകയും ചെയ്തു എന്ന് മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അനുഭവസാക്ഷി ഉണ്ടായിരിക്കുക, ഇവിടെ മൊത്തത്തിൽ എൻ്റെ തീരുമാനവുമായിരിക്കുക, എൻ്റെ ക്രെഡിബിലിറ്റി അവിടെ ഉയരുകയാണ്. പിന്നെ അതുപോലെ മറ്റൊരു സംഗതി ഉള്ളത്, എന്നെ ഒരു വലിയ വിശുദ്ധനായി പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എൻ്റെ ലൈഫിലുള്ളത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ വൈ ആം ആൻ ഇൻഫിഡൽ എന്ന് പറയുന്ന ഇൻഫിഡൽ ചാനലിലുള്ള വൈ ആം ആൻ ഇൻഫിഡൽ എന്ന സീരീസിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, ഞാനെന്തുകൊണ്ട് അവിശ്വാസിയായി എന്നുള്ള സംഗതികളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, മുഹമ്മദ് നബിയെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നൊരു സംഭവം. അത് വളരെയധികം അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. അഅ്ലമുസ്വലാത്ത്, നൂറുൽ ഈമാൻ, ദുആ എന്നൊക്കെ പറയുന്ന 2 സംഭവങ്ങളുണ്ട്. അത് നിരന്തരമായി ആവർത്തിച്ച് ചൊല്ലി ആണ് എൻ്റെ സ്വപ്നത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മുസ്ലിങ്ങളിൽ ഒരുപാട് പേർക്കിടയിൽ മുഹമ്മദ് നബിയെ സ്വപ്നം കാണുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് എന്ത് പറ്റും,
അങ്ങനെ കണ്ട ഒരാൾക്ക്, ഒട്ടും മനസ്സാക്ഷിയില്ലാത്ത ഉടുപ്പില്ലാത്ത ഒരാൾക്ക് ആ ഒരു സംഗതിയും അയാളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അയാളുടെ ഒരു വലിയ സംഭവമായി അയാളിൽ അള്ളാഹു ഏൽപ്പിച്ചൊരു കറാമത്തായിട്ടൊക്കെ പറയാൻ പറ്റും. ഈ കറാമത്തിന് ബഹുമാനം എന്നുള്ളൊരു അർത്ഥമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിലും അങ്ങനെ പറയാം. ആ രീതിയിൽ അള്ളാഹു നൽകിയൊരു കറാമത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയൊരു ബഹുമാനം, അതല്ലെങ്കിൽ അള്ളാഹു നൽകിയൊരു ദിവ്യശക്തി, രണ്ട് നിലക്കും അവിടെ പറയാം. രണ്ടു നിലക്കും ശരിയാണ്. കാരണം ദിവ്യത്വം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇത് കിട്ടണില്ലല്ലോ, എല്ലാവർക്കും കിട്ടാത്തൊരവസരമാണ് അവിടെ കിട്ടുന്നത്. പിന്നെ അതുപോലെ വേറൊരു സംഗതി എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നത് ഇതേ പള്ളിയിൽ നിന്നുള്ള അനുഭവമാണ്. ആ പള്ളിയിൽ ഒരിക്കൽ ഇതേപോലെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് മറ്റേ ആളെ കാണുന്നത് അസ്ർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. ഇയാളെ കാണുന്നത് അസ്റോ ളുഹ്റോ പകലാണ് കേട്ടോ. ഇയാളെ കാണുന്നത്, ഈ രണ്ടാമത്തെ കക്ഷിയെ ഞാൻ കാണുന്നത് മഗ്‌രിബ് നമസ്കാരാനന്തരമാണ്. അദ്ദേഹത്തിനാണ് ഞാൻ മഗ്‌രിബ് നമസ്കാരാനന്തരം കാണുന്നത്. അദ്ദേഹം ഇതേപോലെ എന്നെ വിളിച്ചു. അപ്പോൾ ആളും എന്നെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം, എന്താണ് പറയൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഒരു ട്രോളായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അതാണോ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാം. എന്നാൽ അതല്ല പ്രശ്നം. ആൾ പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവിക്കേണ്ട ഡേറ്റ് ആയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ്, അതൊരു ഒരു കൃത്യം ഡേറ്റ് പറയുമല്ലോ, ഇന്ന ഡേറ്റിലാണ് പ്രസവിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മാക്സിമം ഡേറ്റ് ഇട്ടിട്ടല്ലേ പറയാം. ആ ഡേറ്റ് മറ്റന്നാളെയാണ് എൻ്റെ ഭാര്യയുടെ പ്രസവത്തിൻ്റെ ദിവസമായി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭാര്യ ഇതുവരെ പ്രസവിക്കാനുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഡോക്ടേഴ്സ് പറയുന്നത് നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവൾ പ്രസവിക്കുകയാണെങ്കിൽ ഓക്കെ, അതല്ല ഉച്ച കഴിഞ്ഞിട്ടും പ്രസവിച്ചിട്ടില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞാലുടനെ സിസേറിയൻ ചെയ്തേ പറ്റൂ. മറ്റന്നാളേക്ക് നീണ്ടാൽ അത് താങ്കളുടെ ഭാര്യയ്ക്ക് അപകടമാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അത് ഡോക്ടേഴ്സ് പറഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ സുഖപ്രസവം നടത്തുന്നതാണ് എനിക്കിഷ്ടം. പ്രസവത്തിൻ്റെ ഒരു സുഖേ. ഏതായാലും പ്രസവം ഒരു നോർമലായിട്ടുള്ള പ്രസവമാകുന്നതാണ് എനിക്കിഷ്ടം, അല്ലാതെ സിസേറിയൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നം മനസ്സിലായി, ഓക്കെ. അപ്പോൾ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉസ്താദ് ഒന്ന് ഊതിത്തരണം. അങ്ങനെ ആദ്യം പറയുന്നത് അങ്ങനെയാണ്, ഉസ്താദ് ഒന്ന് ഊതിത്തരണം, എന്നാൽ അവൾക്ക് സുഖമായിക്കോളും, പെട്ടെന്ന് തന്നെ പ്രസവിച്ചോളും, എന്നാൽ എൻ്റെ ആഗ്രഹം നടക്കും ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, എന്ത് ഇയാളീ പറയുന്നത്, ഭാര്യയെ പോയിട്ട് ഊതണം. അപ്പോൾ ഞാനാണെങ്കിൽ ഉസ്താദുമാരുടെ എന്നല്ല, ഇസ്ലാമിലെ തന്നെ ഒരു പ്രധാന നിയമങ്ങളിൽ ഒന്ന് ശരിക്കും അന്യ സ്ത്രീയെ നോക്കരുത് എന്നുണ്ട്. അത് വികാരം എന്നൊക്കെ പിന്നെ പലരും പറയുന്നല്ലേ, വികാരത്തോടുകൂടി നോക്കിയാലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ. ശരിക്കും എന്നെയൊക്കെ പഠിപ്പിക്കപ്പെട്ടുള്ളത് നോക്കാനേ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇനി യാദൃശ്ചികമായി അറിയാതെ നോക്കുന്നതിനല്ല കേട്ടോ പറയുന്നത്, നോക്കല്ല, കാണുന്നതും നോക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ കാണുന്നത് പ്രശ്നമല്ല, നമ്മൾ അഥവാ അറിയാതെ കണ്ടാൽ പ്രശ്നമില്ല, എന്നാൽ നമ്മൾ നോക്കിയാൽ അത് പ്രശ്നമാണെന്ന്, അത് പാപമാണെന്നാണ്. അപ്പോൾ ഈ ഒരു അന്യ സ്ത്രീയെ ഞാൻ നോക്കാൻ തന്നെ പാടില്ല, അങ്ങനെയുള്ള ഒരാളെ ചെന്നിട്ട് ഞാൻ അങ്ങനെ ഊതുന്നത്, അതാണ് ഞാൻ ആലോചിച്ചത് ആ സമയത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ അമ്പരന്നിങ്ങനെ നോക്കണം മുഖത്ത്. അപ്പോൾ ആൾ ഒന്നിങ്ങനെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു യാസീനൊക്കെ ഊതി വെള്ളത്തിൽ ഊതിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്, ഓ അതാണോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചിരിച്ച്, അപ്പോൾ യാസീന ഊതിയാൽ മതി എന്ന് വെച്ചു. അതേ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതിലുള്ള പ്രതിഫലത്തിൻ്റെ കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ. ആദ്യത്തേതിൽ ഞാൻ ചെയ്തതിൻ്റെ ആ ഒരു എഴുതി വെള്ളത്തിൽ മായ്ച്ച് കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്കൊരു 200 രൂപയാണ്. ഞാൻ ആരോടും ഇത് പ്രതിഫല കണക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാറില്ല. അപ്പോൾ ആളന്ന് എനിക്കൊരു 200 രൂപയാണ് തന്നത്. എന്നാൽ ഈ രണ്ടാമത്തെ ഈ സംഭവത്തിൽ ഞാൻ ഇങ്ങനെ യാസീനോദി ഊതി കൊടുക്കാമെന്ന് സമ്മതിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ വേറെന്താ ചില ദിക്കറുകൾ കൂടി ചൊല്ലിയിട്ടുണ്ടെന്നാണ് ഓർമ്മ. അങ്ങനെ ഞാനൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അതിൽ യാസീനൊക്കെ ഊതി, യാസീൻ ഖുറാനിലൊരു അധ്യായമാണ്, ആ അധ്യായം ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഊതി, പിന്നെ ഈ ദിക്കറുകളൊക്കെ ചൊല്ലി ഊതി, എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കൊടുത്തോളി, നമുക്ക് നോക്കുക എന്താകും എന്നുള്ളത്, നമുക്ക് നോക്കുക, നിങ്ങൾ മാക്സിമം സ്വലാത്തൊക്കെ ചൊല്ലിക്കോളി,
എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞാൻ അവിടുന്ന് പോവുകയാണ്, പെട്ടെന്ന് തന്നെ പോവുകയാണ്. കാരണം ഞാൻ പൈസ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് എന്തോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനതൊരു ഉപകാരം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഒരു പൈസക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടല്ല തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആളർന്ന് പൈസ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. എന്നാൽ ആൾ പെട്ടെന്ന് എൻ്റെ പിന്നാലെ ഓടി വന്നിട്ട് എൻ്റെ കീശയിൽ എന്തോ ഇട്ടിട്ട് ആൾ ഓടി മറിഞ്ഞു. ആൾ ഇതും കൂടി പറഞ്ഞു, എൻ്റെ സന്തോഷത്തിനെന്നും പറഞ്ഞ്, ആളുടെ സന്തോഷത്തിനെന്നും പറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തു, കുപ്പി വെള്ളവും കൊണ്ട് ആൾ പെട്ടെന്ന് അവിടെ ഓടി മറിഞ്ഞ് പെട്ടെന്ന് പോയി. ആൾ ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കാനുള്ള ധൃതിയായിരിക്കണം. ഏതായാലും ആൾ പെട്ടെന്ന് പോയി. എന്നാൽ ഞാനിങ്ങനെ പോക്കറ്റിൽ കയ്യിൽ ഇങ്ങനെ നോക്കുമ്പോൾ 500 രൂപയുടെ നോട്ടാണ്. എന്നെ സംബന്ധിച്ച് അന്ന് 500 വലിയ സംഖ്യയാണെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു സംഭവത്തിന് എനിക്ക് 500 കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ മാല, മൗലിദ്, ദുആ എന്നൊക്കെ പറഞ്ഞ് പലയിടത്ത് പോകുന്ന പരിപാടികളുണ്ടെങ്കിലും അന്ന് വരെ 500 ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് 500 രൂപ കിട്ടുന്നത്. 500 രൂപ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് സന്തോഷമല്ല വന്നത്, ഞെട്ടലാണ് വന്നത്. കാരണം ഇത്രയും വലിയ സംഖ്യ ഇദ്ദേഹം തന്നിട്ട്, അഥവാ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ലെങ്കിലോ, നാളേക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ആൾ പ്രസവിക്കണം, ഭാര്യ പ്രസവിക്കണം എന്നല്ലേ പറയുന്നത്. അഥവാ ഭാര്യ പ്രസവിച്ചിട്ടില്ലെങ്കിലും എനിക്കാകെ ബേജാറായി. ഇദ്ദേഹത്തിൻ്റെ പൈസ പോകുമല്ലോ എങ്ങനെയാണെങ്കിൽ, അഥവാ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പൈസ പോകും, അദ്ദേഹം സങ്കടത്തിലാവും. എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമമായി അയാളെക്കുറിച്ച് ആലോചിച്ചിട്ട്. പിന്നെ ഈ പൈസനെ കുറിച്ച് ആലോചിച്ചെടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ബേജാറിലായി. ഞാൻ അന്ന് ഒരു 10-10:30 ആകുമ്പോഴേക്കൊക്കെ ഉറങ്ങാൻ നോക്കുന്ന ആളാണ്. അന്ന് ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഇശാ നമസ്കാരം കഴിഞ്ഞ്, അതായത് മഗ്‌രിബ് കഴിഞ്ഞ് രാത്രിയിലെ അടുത്ത നമസ്കാരം, അവസാനത്തെ നമസ്കാരം എന്ന് പറയും. ആ ഇശാ നമസ്കാരം ഒരു 7-8 മണി ആ ഒരു ടൈമിൽ വരുന്ന ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ദർസിലേക്ക് എത്തിയിട്ട്, ദർസിൽ നിന്ന് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് പറയപ്പെടുന്ന ഒരു 4 അധ്യായങ്ങളും, പിന്നെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയും. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ 100 പേരുകളാണ്. അതിൽ തന്നെ 100 പേരുകളെ കൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ദുആ ചെയ്യുകയാണെങ്കിൽ, അത് 100 പേരിനെ കൊണ്ടല്ല, ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ 100 പേരാണ്. ഈ 100 പേരിൽ ഏറ്റവും പവിത്രമായൊരു പേരുണ്ടെന്നാണ്, ഒറ്റ പേര്. ആ പേരിനെ ഇസ്മുൽ ആളം എന്ന് പറയും. ഈ ഇസ്മുൽ ആളം എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ പേര് എന്നർത്ഥം വരും, ഏറ്റവും ശ്രേഷ്ഠമായ പേര്. ആ പേര് ഏതാന്ന് ആർക്കും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത്, മദ്രസയിൽ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ച ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് എന്താണ് ഇസ്മുൽ ആളത്തിൻ്റെ പ്രത്യേകത? അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഇസ്മുൽ ആളം എന്ന് പറയുന്ന ആ ഒരു പേര് നിനക്കറിയുമെങ്കിൽ ആ പേര് കൊണ്ട് നീ അള്ളാഹുവെ നിൻ്റെ ഈ പേര് കൊണ്ട്, ആ പേര് പറഞ്ഞിട്ട് ആ പേര് കൊണ്ട് ബറക്കത്തെടുക്കുന്നവനായ നിലയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉത്തരം കിട്ടിയിരിക്കും, നിനക്ക് തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടിയിരിക്കും എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ ഞാൻ ഈ 100 പേരിൽ ഏതാ ഇസ്മുൽ ആളം എന്ന് എനിക്കറിയില്ലല്ലോ. എനിക്കാണെങ്കിൽ അയാളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര ബേജാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ 100 പേരിൽ ഓരോ പേര് കൊണ്ടും ഞാനിങ്ങനെ തുടങ്ങി. ആദ്യത്തെ പേര് അള്ളാഹു റഹ്മാൻ റഹീം. അപ്പോൾ അള്ളാഹുവേ നിൻ്റെ അള്ളാഹു എന്ന പേര് കൊണ്ട് ബറക്കത്ത് നേടുന്നവനായ നിലയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹു നിൻ്റെ റഹീം എന്ന പേര് കൊണ്ട് ബറക്കത്ത് നേടുന്നവനായ നിലയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ ഓരോ പേര് 100 പേര് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതിന് മുമ്പോ ശേഷം ഒരു അസ്മാഉൽ ബദറും ഞാൻ ചൊല്ലുന്നുണ്ട്. അസ്മാഉൽ ബദർ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരാണ്. ആരാണ് ബദരീങ്ങൾ എന്നറിയോ? ബദർ യുദ്ധത്തിൽ, ഇന്ന് ബദർ കൊള്ളയാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. ബദർ യുദ്ധത്തിൽ കൊള്ളയല്ല കേട്ടോ, അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു നുണയായി പോകും. ബദറിൽ നടക്കേണ്ടിയിരുന്ന കൊള്ള യുദ്ധമായി വഴിമാറി, അത്തരത്തിലൊന്നാണ് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരാണ്, ആളുകളെയാണ് ബദരീങ്ങൾ എന്ന് പറയുക. അവരുടെ പേരാണ് അസ്മാഉൽ ബദറിലുള്ളത്, ബദറിൽ പങ്കെടുത്തവരുടെ പേര്. ഈ അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്നയും, അള്ളാഹിൻ്റെ പേരുകളും ബദറിൽ പങ്കെടുത്ത പ്രവാചകാനുയായികളുടെ പേരുകളും പ്രവാചകൻ്റെ പേരും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രി കുറേ നേരം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ വരുന്നു, ഞാൻ പള്ളിയിലേക്ക് പോകുന്നു. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്. ഉടനെ എനിക്ക് ഫോൺ വന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളെന്നെ വിളിച്ചു, ഉസ്താദെ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ, ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച്. എനിക്ക് ഭയങ്കര സന്തോഷം.
അപ്പോൾ ഇത് മറ്റൊരു സംഭവം. ഈ സംഭവം ശരിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആത്മീയ വ്യാപാരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒന്നാന്തര സംഭവം. ഞാൻ പറയുകയാണ്, അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്, ഉത്തരം തന്നിട്ടുണ്ട്. എനിക്കിനിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഉത്തരം വാങ്ങിത്തരാൻ കഴിയും, കാര്യങ്ങൾ നേടിത്തരാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് വെച്ച് മാത്രം എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ ആ നിലക്ക് ആ ഒരു ചികിത്സയുടെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ, അവരെ ചൂഷണം ചെയ്യാൻ, ആത്മീയ ചൂഷണം ചെയ്യാൻ എനിക്ക് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഉള്ള മറ്റൊരു സംഗതിയുണ്ട്. ഇനി ഇവിടെയുള്ളൊരു യാഥാർത്ഥ്യം പറയാം. ഇവിടെയുള്ളൊരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ, ശരിക്കും ഈ പ്രസവത്തിൻ്റെ ഡേറ്റ് പറയുന്നതിന് മുമ്പുള്ള ദിവസം പ്രസവിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു അസാധാരണ സംഭവമൊന്നുമല്ല. അതൊരു അസാധാരണ സംഭവമൊന്നുമല്ല. അസാധാരണ സംഭവമായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി നമുക്ക് തള്ളിമറിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. എന്നാൽ ഇത് ഒരു അസാധാരണ സംഭവമേ അല്ല. അത് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ അറിയാൻ പറ്റും. പ്രസവം ഇന്ന ഡേറ്റിലാണെന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് പ്രസവിക്കുകയാണ് ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യുന്നത്. ആ കൃത്യം ഡേറ്റിൽ പ്രസവിക്കുന്നവർ അതിനെ അപേക്ഷിച്ച് കുറവാണ്. എന്നാൽ ഇവിടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആളുടെ എന്നോട് പരാതി പറഞ്ഞ ആളുടെ ഭാര്യ ഉള്ളതെന്നും അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ പ്രസവിക്കണമെന്നും പ്രസവിച്ചാൽ ഇന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവായി കിട്ടും എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു എന്നതിനപ്പുറത്ത് ശരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഓരോ ബൈ ചാൻസ് എന്ന് പറയില്ലേ, സ്വാഭാവികമായി നടക്കുന്ന ചില കാര്യങ്ങൾ, യാദൃശ്ചികമായി നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഗതി. അതിനപ്പുറത്തേക്ക് ഇത് ഭയങ്കര ദിവ്യത്വത്തിൻ്റെ വാല്യുള്ള സാധനമൊന്നുമല്ല, പക്ഷെ നമുക്ക് അതാക്കി മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഉള്ള ഒരു സംഭവം, ഇപ്പം ഞാൻ ഒരു ആത്മീയ ചികിത്സയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു എന്ന് കൂട്ടിക്കോളി. അതായത് ഞാൻ എന്നെ തന്നെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് വലിയ സംഭവമായി മാറിയിട്ട് ഞാനിതൊക്കെ ആൾക്കാരുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ തന്നെ ദിവ്യത്വം വീണ്ടും, അതിപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾക്ക് സാക്ഷിയുണ്ട്. ഏത് വല്യമ്മ എണീറ്റിരുന്ന സംഭവത്തിനും പിന്നെ അതുപോലെ തന്നെ ഈ പ്രസവത്തിൻ്റെ സംഭവത്തിനും സാക്ഷിയുണ്ട്. ആ വ്യക്തികളിലേക്ക് ആളുകൾ ചോദിച്ച് ചെല്ലേണ്ട സംഗതിയേ ഉള്ളൂ. ഇവരെവിടെയാണുള്ളത്, ഇവരുടെ ജോലി സ്ഥലം, വീടൊക്കെ എനിക്കറിയാം. ഞാൻ നേരെ അവരോട് ഇത് അങ്ങനെയൊക്കെ ഉണ്ടായതാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആ സമയത്ത് പറഞ്ഞു കൊടുത്താൽ അവർ ചെന്ന് അന്വേഷിക്കുന്നു, സംഗതി ഉണ്ടായതാണ് എന്നറിയുന്നു. എൻ്റെ വാല്യൂ കൂടുന്നു, വാല്യൂ കൂടി മൂല്യം കൂടി ആളുകൾ എന്നെ തേടി വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അത് ആത്മീയ ചികിത്സയിലേക്ക് അങ്ങനെ ഇറങ്ങിയെന്ന് കൂട്ടിയ പോലെ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എനിക്കെന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേറൊരു സംഭവം കൂടിയുണ്ട്, വേറൊരു സംഗതി. അതായത് ഒരിക്കൽ ഒരു സ്ത്രീ, ഞാൻ അന്ന് ഹൈസ്കൂൾ കാലത്ത് എൻ്റെ ഉപ്പയുടെ കടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എൻ്റെ ഉപ്പയുടെ കടയിലേക്ക് വരും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഇപ്പോൾ അവിടെ അല്ല, ഇപ്പോൾ എന്നെ കട ഏൽപ്പിച്ച് പോയതാണ്. ആ സമയത്ത് ആ സ്ത്രീ ഇങ്ങനെ വന്ന് ആ സാധനം വേണം, ഇത് വേണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ എടുക്കുന്നതിൻ്റെ ഞാൻ ചോദിച്ചു, നിങ്ങളെ വീടിൻ്റെ സ്ഥലത്തല്ലേ എന്ന് ചോദിച്ചു. അവരാകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാനിങ്ങനെ അവരുടെ ബന്ധുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അവരുടെ ബന്ധമല്ലേ നിങ്ങളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ ശരിക്കും ആകെ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ കണ്ടിട്ട് തന്നെയല്ല, ആദ്യമായിട്ട് അന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി ശരിക്ക് ഞാൻ ഒരാളോട് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു ആത്മീയ ചികിത്സയുടെ മേഖലയിൽ എത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ആദരണീയനായ മതപുരോഹിതനോ മതപണ്ഡിതനായതിനു ശേഷം ഞാൻ അത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നീട് എന്നെക്കുറിച്ച് പറയും, ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കറാമത്തുകൾ വെളിപ്പെട്ട ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മറ്റുള്ളവർ പറഞ്ഞു നടക്കും. ആ രീതിയിലുള്ള ഒരു മാർക്കറ്റിങ്ങിന് സാധ്യതയുള്ളൊരു സംഭവമാണിത്. എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം എന്താണ്, അതായത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്, ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ ഒരു ബന്ധുവിൻ്റെ ഉമ്മയുടെ അനിയത്തിയായിരുന്നു. അപ്പോൾ ഈ ബന്ധുവിനെയും ബന്ധുവിൻ്റെ ഉമ്മാനെയും എനിക്ക് അറിയുന്നത് കൊണ്ട് അവരുടെ അതേ മുഖച്ചായ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആളുടെ ഒരു ഏകദേശം ഏജും എനിക്ക് ആ ഒരു കാഴ്ചയിൽ മനസ്സിലായതുകൊണ്ട് ഇത് ആളുടെ അനിയത്തിയാണെന്നും, അനിയത്തിയാണെങ്കിൽ ആളുടെ വീട്, ഈ ബന്ധുവിൻ്റെ ഉമ്മാൻ്റെ വീട് എവിടെ എനിക്കറിയാം. അപ്പോൾ അവരുടെ വീട് ഈ സ്വാഭാവികമായി ഇവരുടെ വീട് അവിടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചിന്തകൾ കൊണ്ട് ഞാൻ അനലൈസ് ചെയ്ത സംഗതികൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഭയങ്കര ഒരു ദിവ്യാത്ഭുതമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഈ വെല്ലുമ്മ എണീറ്റിരുന്ന സംഭവം പറഞ്ഞില്ലേ, ഇതേപോലെ ഈ വെല്ലുമ്മ എണീറ്റിരുന്ന സംഭവത്തിൻ്റെ രണ്ടാം പകുതിയാണ് ഇനി പറയുന്നത്. ഒന്നാമത് ഇങ്ങനെ സംഭവം ഉണ്ടായി, പിന്നീട് രണ്ടാമത് അദ്ദേഹം എന്നെ തേടി വന്നു. അന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരു ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഈ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലുള്ള സഹോദരൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലഡ് ക്യാൻസറാണ്. ഈ ബ്ലഡ് ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ട്
ഈ വെള്ളം ഈ സൂറത്തുർ റഅദ് എന്ന് പറയുന്ന അധ്യായം എഴുതിയ വെള്ളം അദ്ദേഹത്തിന് വേണം. സൂറത്തുർ റഅദ് എന്ന അധ്യായം എഴുതി മായ്ച്ച ആ വെള്ളം എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ സഹോദരന് കൊടുക്കാൻ. അവസാനത്തെ പ്രതീക്ഷയാണ്. ആ വെള്ളം കുടിച്ചിട്ട് വേണം അദ്ദേഹത്തിന് സുഖപ്പെടാൻ. ആ കുടിച്ചിട്ട് മരിക്കാനല്ല, ആ കുടിച്ചിട്ട് വേണം സുഖപ്പെടാൻ. അത് സുഖപ്പെട്ട് ജ്യേഷ്ഠനെ തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയാണ് ഇയാൾ എന്നെ തിരഞ്ഞു വന്നത്. അവസാനത്തിലാണ് എങ്ങോട്ടാണ്, മരണമാണോ ജീവിതമാണോ എന്നറിയാത്തൊരവസ്ഥയാണ്. ഈ സമയത്താണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം വന്നു, എന്നെ കൊണ്ട് ഇത് എഴുതിച്ചു. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഴുതി മായ്ച്ച് ആ വെള്ളം കൊടുത്തു അദ്ദേഹത്തിന്. ഇത് കഷ്ടപ്പാടാണ് കേട്ടോ ആ എഴുതൽ. കാരണം സാധാരണ ഇങ്ങനെ ഈ അറബി ഇങ്ങനെ കൂട്ടി എഴുതി ശീലമുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു അധ്യായം മുഴുവൻ ഏകദേശം 1.5 പേജ് ഉണ്ട് തോന്നുന്നുണ്ട് ആ അധ്യായം മുഴുവൻ ഇങ്ങനെ ഓരോ അക്ഷരമായിട്ട് ഇങ്ങനെ എഴുതേണ്ട ഈ പ്ലേറ്റിൽ. അതിങ്ങനെ ഓരോ തവണയും ഈ മരത്തിൻ്റെ പേന ഈ ഒരു കരി പോലത്തെ മരുന്ന് കലക്കിയ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ എഴുതണം. അത് കുറച്ചധികം കഷ്ടപ്പാടുള്ള പണിയാണ്. ഞാൻ അങ്ങനെ ഇരുന്ന് എഴുതി അത് മായ്ച്ച വെള്ളം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അതും കൊണ്ട് സഹോദരൻ്റെ അടുത്തേക്ക് പോയി. പിന്നീട് അദ്ദേഹത്തിനെ കാണുന്ന പിറ്റേ ദിവസം സുബഹിക്കാണ്. സുബഹിനെ കാണുമ്പോൾ ആളുടെ മുഖത്ത് വലിയ തെളിച്ചല്ല, ആൾ ദുഃഖത്തിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി കൈവിട്ട് പോയിട്ടുണ്ട്. എന്നാലും ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഉസ്താദെ ജ്യേഷ്ഠൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത്രയും ലാസ്റ്റ് സ്റ്റേജിലാണ് ഉണ്ടായിരുന്നതെന്നും ബ്ലഡ് ക്യാൻസർ ആണെന്ന് മാത്രമേ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് പിന്നെ ഈ കാണുന്ന സമയത്താണ് അത്രയും അങ്ങേയറ്റത്ത് എത്തിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് എന്നൊക്കെ ആൾ പറയുന്നത്. അപ്പോൾ ആൾ അതിനങ്ങനെ കാണുന്നത്, അങ്ങേയറ്റത്ത് എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന രീതിയിൽ ആൾ കാണുന്നത്. അങ്ങനെയാണ് ഒരുവിധം ഈ ഒരു ആത്മീയ ചികിത്സകരുടെയൊക്കെ ഒരു നേട്ടം, ആത്മീയ ചികിത്സകരുടെ ഒക്കെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇത്തരം ചിന്താഗതിയാണ്. ഇത്തരം ചൂഷകരുടെ, ആത്മീയ ചികിത്സകരായിട്ടുള്ള ചൂഷകരുടെ ഒരു വലിയ വിജയം തന്നെ ഇത്തരം ചിന്താഗതിയാണ്. അതായത് ഇവരിൽ നിന്ന് എന്തെങ്കിലും സംഗതികൾ കിട്ടിയിട്ട് പ്ലാസിബോ ഇഫക്റ്റ് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ യാദൃച്ഛികമായിട്ട് സുഖമായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ടാൽ, ഇവരുടെ ഈ ഒരു ആത്മീയ ചൂഷകരായിട്ടുള്ള ആത്മീയ ചികിത്സകരായിട്ടുള്ള ആളുകളുടെ അന്ധഭക്തന്മാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെട്ടാൽ, അതെന്ത് കാരണത്താലോ ആവട്ടെ, ഇദ്ദേഹത്തോട് ഈ ഒരു ആത്മീയ ചികിത്സകനോട് അല്ലെങ്കിൽ ആത്മീയ ചൂഷകനോട് ഇവർ ഈ കാര്യത്തിൽ ഒരു ഉപദേശം തേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാരണം ഇത് സുഖമായി, ഭേദമായി, സുഖപ്പെട്ടു, ഇവർ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു പ്രചാരണം അവിടെ വ്യാപകമാവും. അവരങ്ങനെ തന്നെ വിശ്വസിക്കും. നേരെ മറിച്ച് അത് മാറിയിട്ടില്ലെങ്കിൽ അത് അവരുടെ അടുത്ത് വന്ന എന്തോ പ്രശ്നമാണ്. അത് പിന്നെ ഈ ആത്മീയ ചൂഷകരും ആത്മീയ ചികിത്സകരൊക്കെ ആയിട്ടുള്ള ആളുകൾ, അതായത് വ്യാജസിദ്ധന്മാർ അവർ അത്തരത്തിലൊരു ചിന്ത ഉണ്ടാക്കുന്നതിൽ വിജയിച്ച ആളുകളുമാണ്. അവരുടെ അന്ധഭക്തരോട് അവർ പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസമില്ലാതെ ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിന് എന്തെങ്കിലും കുറവുണ്ടാവും, കുഴപ്പമുണ്ടാവും, നിങ്ങളുടെ ആരാധനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, നിങ്ങൾ ചെയ്ത കർമ്മത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ബ്ലെയിമിങ് നടത്തും. അപ്പോൾ പലരും അത് വിശ്വസിക്കും. ചിലർ ആൾ പറയാതെ തന്നെ സ്വമേധയാ അത് വിശ്വസിക്കും. അത് എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം അത് നടക്കാതെ പോയത്, അല്ലെങ്കിൽ അള്ളാഹു തരാനും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ കരുതും. അപ്പോൾ അത് കാരണത്താൽ പല ആത്മീയ ചികിത്സകർ രക്ഷപ്പെട്ടു പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. പല ആളുകളും ഈ കാരണത്തിലൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഓരോ ആത്മീയ ചികിത്സകരും ആത്മീയ ചൂഷകരും ഒക്കെ ആത്മീയതയുടെ പേര് പറഞ്ഞുള്ള ചൂഷകർ തന്നെയാണ്. ഞാനങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ്. ഇതൊക്കെ ആത്മീയ ചൂഷകരാണ്. ഈ ചൂഷകന്മാരൊക്കെയും മനുഷ്യൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് കളിക്കാൻ പഠിച്ച ആളുകളാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ കളിക്കണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂളായിട്ട് ഇവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവർക്ക് പൊതുവെയുള്ള ഈ ചൂഷകരുടെയൊക്കെ ഒരു വലിയ വിജയങ്ങളിൽ ഒന്ന്, ഒരു 100 പേര് വന്നാൽ ഒരു 10 പേരുടേത് എങ്ങനെയെങ്കിലൊക്കെ, അവർ ചിലപ്പോൾ എന്തെങ്കിലും അസുഖമാണെങ്കിൽ തന്നെ ആശുപത്രി പോയിട്ടൊക്കെ സുഖമായതായിരിക്കും. അങ്ങനത്തെ 10 ആൾക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 90 ആളുകളുടെ തന്നെ സോൾവ് ചെയ്യപ്പെടാൻ ബാക്കിയുണ്ടാകും. എന്നാൽ ഈ 10 പേരുടെ മൈലേജ് കൊണ്ട് 1000 ആൾക്കാർ വീണ്ടും അവിടെ എത്തും. 1000-ൽ 10 പേർക്ക് വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ശരിയായി കഴിഞ്ഞാൽ ആ 10 ആൾ കാരണം വീണ്ടും ഒരു 1000 ആൾ വീണ്ടും എത്തും. അങ്ങനെയാണ്. അപ്പോഴൊക്കെ 90-ഉം 990-ഒക്കെ അവിടെ സോൾവ് ചെയ്യപ്പെടാതെ ഉണ്ട്. അതൊരിക്കലും ആളുകളുടെ മുമ്പിൽ എത്തൂല. അതും ഈ സോൾവ് ചെയ്യപ്പെട്ട കഥകളും
പിന്നെ അതേപോലെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ എഴുതി കൊടുത്തിട്ട് വെല്ലുമണിയിട്ടിരുന്ന സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഞാൻ സഹോദരൻ മരിച്ച കേസ് കൂടെ ഞാൻ പറഞ്ഞല്ലോ, അത് പറയാതിരിക്കും. അത്തരത്തിൽ നെഗറ്റീവായി ഉണ്ടായ സംഭവങ്ങൾ പറയാതെ പോസിറ്റീവായ സംഭവം, ഇയാൾക്ക് അനുകൂലമായി സംഭവിച്ച സംഗതികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യും. ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു കറാമത്ത് പറഞ്ഞിട്ട് വ്യാജ കറാമത്തുകൾ ഒക്കെ പറഞ്ഞ് വ്യാജ ദിവ്യശക്തികളൊക്കെ ആരോപിച്ചിട്ട്, അപ്പം ശരിക്കുള്ള ദിവ്യശക്തി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം, അങ്ങനെയൊന്നുമില്ല. ഈ ദിവ്യശക്തി ഉണ്ടെന്നൊക്കെ വ്യാജമായി ആരോപിച്ച് ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ ഒരു ശൈലിയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത്, ആകെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഈ പറയുന്നത് പിന്നെ ഇവർ മരിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന സംഗതികളിലൊക്കെ ഈ പോസിറ്റീവായ സംഭവങ്ങൾ, യാദൃച്ഛികമായ മറ്റു സംഭവിച്ച സംഗതികൾ വെച്ചിട്ട് അത് ഇവരുടെ വലിയ കഴിവായി പാടി നടക്കും. അത് ഒരു കഥ ഉണ്ടല്ലോ, കുറേ മുമ്പത്തെ ഒരു കഥ ഉണ്ട്, ഒരു പക്ഷിയുടെ കഥയല്ല, ഒരാളുടെ വായിൽ നിന്നും ഒരു തൂവൽ തെറിച്ച് വീണു. അയാൾ ഇങ്ങനെ തുമ്മിയ സമയത്ത്, അതെപ്പോഴോ ഒരു ചെറിയ തൂവൽ ആളുടെ വായിൽ യാത്രക്കിടയിൽ കയറിയത് മറ്റോ ആണ്. ആളത് തുമ്മിയതോട് കൂടിയിട്ട് ആ തൂവൽ പുറത്തേക്ക് തെറിച്ച് വീണു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് കണ്ടു. അപ്പോൾ ഭാര്യ അത് കണ്ട ഉടനെ ഭാര്യ അത്ഭുതപ്പെട്ട്, ഭാര്യ ഇതെന്തങ്ങളെ വായെന്ന് തൂവലൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആളുടെ ഭാര്യ അയൽപ്പക്കത്തെ സ്ത്രീയോട് പറയാണ്, എൻ്റെ ഏട്ടനെ ഇന്നലെ വന്നപ്പോൾ ഒന്ന് തുമ്മിയ സമയത്ത് കുറച്ച് തൂവലുകളാണ് ചാടിയത്. ഒരു തൂവലിനൊക്കെ പറഞ്ഞ് നിസ്സാരമായി പോലെന്ന് എഴുതിയിട്ട് കുറച്ച് തൂവലുകളാണ് ചാടിയത് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കഥയിൽ തന്നെ നമുക്കൊരു സംഗതി, ഇവിടെ ഒരു സംഗതി കോർത്തു വെക്കാനും പറ്റും കേട്ടോ. ഇത് ഈ കഥയിൽ ഇല്ലാത്തൊരു സംഭവം ഞാൻ ഇപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ആൾ ചോദിക്കുക, ഈ ഭാര്യയുടെ ചങ്ങാതി അല്ല ഭാര്യയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ് ഏട്ടനോട്, ഈ ഭാര്യയുടെ ഇയാളുടെ എന്താ പറയുക, ഇപ്പോൾ നമുക്കൊരു കുട്ടപ്പൻ എന്ന് പറയാം, ഈ തുമ്മിയിട്ട് തൂവൽ വന്ന ആളെ പേര് കുട്ടപ്പൻ എന്ന് പറയാം. അപ്പോൾ കുട്ടപ്പൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി കുട്ടപ്പനോട് ചോദിക്കുകയാണ്, നിങ്ങൾ തൂവൽ തുമ്മിയോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതെ എന്ന് മൂപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരീകരണം കൂടെയായി. പക്ഷേ ശരിക്കും ഒരാൾ കേട്ടിട്ടുള്ളത് തൂവലുകൾ എന്നാണ്. അപ്പോഴേക്ക് തൂവലുകൾ ഒരാൾ തുമ്മി, എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ പറഞ്ഞ് കുറച്ചങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് അപ്പുറത്തെ കുട്ടപ്പനല്ലേ, ആള് ഒരു പക്ഷിയാണ് അത്ര അയാൾ തുമ്മിയപ്പോൾ പുറത്ത് വന്നത് എന്ന് പറഞ്ഞ് പിന്നെ പോയി അത് പക്ഷികളായി മാറി. പിന്നീട് കുറേ അപ്പുറത്തെത്തിയപ്പോഴേക്ക് ഇയാൾ തുമ്മുമ്പോൾ പക്ഷികൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതോടുകൂടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇയാൾ തേടി വന്നു. അപ്പോൾ തേടി വന്ന് നോക്കുമ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടാണ്, ഇതിപ്പോൾ എന്താ സംഭവം. അപ്പോൾ എന്താ ചോദിച്ചു നോക്കുമ്പോൾ ഇയാൾ തുമ്മുമ്പോൾ പക്ഷികൾ പറക്കണ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ആളുകൾ. ഇതേപോലെയാണ് ഒരുവിധം ഈ പറയുന്ന ദിവ്യാത്ഭുതങ്ങളുടെയൊക്കെ കഥ. എന്തെങ്കിലും ചെറിയൊരു സംഭവം യാദൃച്ഛികമായ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങോട്ട് ഊതിപ്പെരിപ്പിച്ച് ഇങ്ങോട്ട് വലുതാക്കും. ഇതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഒരു ഇ കെ സമസ്ത വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഞാനീ പറയാൻ പോകുന്ന സംഭവം കേട്ടിട്ടുണ്ടാകും. റഹ്മത്തുള്ള കാസിമിയുടെ ചില പ്രസംഗങ്ങളിലാണ് ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ സംഭവം കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ പല വേർഷൻസ് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട്, അഹമ്മദ് കബീർ ബാഖവി മുതലായ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു പരാമർശം ഈ സംഭവത്തിൻ്റേത്, അതായത് സംവാദം നടന്നതായിട്ട്, ശരിക്കും സംവാദം നടന്നിട്ടില്ല വേറെ കാര്യം, ഒരു സംവാദം അങ്ങനെ നടന്നതായിട്ട് സമസ്തയുടെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേതിൽ ഉണ്ടോയെന്ന് അറിയില്ല. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കുറച്ചു കാലം മുമ്പത്തെ നേതാവായിരുന്ന, മരിച്ചുപോയി, ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഈ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇവർ ശംസുൽ ഉലമ എന്നൊക്കെ വിളിക്കും. ആ ഒരു ഇ കെ അബൂബക്കർ മുസ്ലിയാർ 1960 എവിടെയായിട്ട് ഒരു എടക്കരയിൽ വെച്ചിട്ട്, 1960 ഏത് വർഷത്തിലെ കൃത്യമായിട്ടറിയില്ല, 1960 എടക്കരയിൽ വെച്ചിട്ട്, ഇനി 1960-70 കാലഘട്ടത്തിൽ എടക്കരയിൽ വെച്ചിട്ട് ഒരു സംവാദം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റഹ്മത്തുള്ള കാസിമിയുടെ വേർഷൻ ഇതാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവിടെ ക്രിസ്ത്യൻസുമായിട്ടുള്ള ഒരു സംവാദത്തിന് എത്തിച്ചേരുകയും 40ഓളം പുരോഹിതന്മാരുമായി സംവാദത്തിൽ ഏർപ്പെടുകയും സുറിയാനിയിൽ വരെ അവിടെ സംവാദം നടക്കുകയും, എന്നിട്ട് ഈ സത്യത്തിൽ സുറിയാനിക്കും ബൈബിളിൻ്റെ ആധികാരിക ഭാഷ എന്നുള്ളതിനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത്ര ഒരു ബൈബിളിൻ്റെ ആധികാരിക ഭാഷ ആയിട്ടൊന്നും സുറിയാനിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ആ കഥകളിൽ, പൊതുവെ ഈ കഥകളിൽ ഒരു സുറിയാനി ടച്ച് ഉണ്ട്. അപ്പോൾ സുറിയാനി വളരെയധികം അറിയുമായിരുന്ന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സുറിയാനിൽ തന്നെയും സംവാദം നടത്തി എന്നൊക്കെയാണ്. ഈ സുറിയാനിൽ സംവാദം നടത്തി എന്ന് പറയുന്നത് അങ്ങനെ ആ 40 പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ
മതം മാറിയ പുരോഹിതനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇബ്രാഹിം മുണ്ടക്കൻ എന്ന പേരിൽ നിന്ന് പിന്നീട് അറിയപ്പെട്ട ഒരാളൊക്കെയാണ്. അപ്പോൾ ഇയാളും ഈ റമദ ഖാസിമൊക്കെ പറഞ്ഞ സംഭവത്തിലുള്ളത് 40 ക്രിസ്ത്യൻ പുരോഹിതന്മാരും അന്ന് ഇക്ക അബൂബക്കർ മുസ്ലിയാരുടെ പ്രാഗൽഭ്യക്കാരനായിട്ട് മുസ്ലിങ്ങളായി മാറിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ 68ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഇടയ്ക്കിടയിലുള്ളത് മുസ്ലിങ്ങളായി മാറി എന്നൊക്കെയാണ്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് ഒരിക്കൽ പോകേണ്ടി വന്നു എനിക്ക്. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഒരു ഉസ്താദും കൂടിയിട്ടാണ് ഈ ഒരു അന്വേഷണ യാത്ര നടത്തിയത്. അങ്ങനെ ചില കാരണങ്ങളാൽ അങ്ങനെ ഒരു അന്വേഷണം വേണ്ടി വന്നു. അന്വേഷണം നടത്തി നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, ആ ഒരു സമയത്ത് 68 ക്രിസ്ത്യൻ കുടുംബങ്ങൾ, 68 പോയിട്ട് ഒരു 50-40 ക്രിസ്ത്യൻ കുടുംബങ്ങളെങ്കിലും വേണ്ട, അത്ര തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ അന്ന് ഇടക്കര ഏരിയയിൽ, ഈ പറഞ്ഞ ഏരിയയിലൊന്നും ഇല്ല എന്നാണ് അറിവ്. എന്ന് മാത്രമല്ല, അവിടെ ഒരു സംവാദം നടന്നിട്ടില്ല. കൃത്യമായ അന്വേഷണം നടന്നപ്പോഴാണ് ഈ പറയുന്നത്, അവിടെ ഒരു സംവാദം നടന്നിട്ടില്ല. 40 പള്ളിയിലച്ഛന്മാർ പോയിട്ട് ഒരു പള്ളിയിലച്ഛൻ പോലും അവിടെ ആ സന്നിധിയിൽ വെച്ചിട്ട്, അവിടെ ആ ഒരു സംഭവത്തിൽ വെച്ചിട്ട് ക്രിസ്ത്യാനിയായ ആൾ മുസ്ലിമായ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇടക്കര എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്നിട്ട് ക്രിസ്ത്യൻസിനെതിരെ ഒരു ഖണ്ഡന പ്രസംഗം നടത്തിയത്രേ. അതിന് ഉള്ള തെളിവുകളുണ്ട്, ഖണ്ഡന പ്രസംഗം നടത്തിയതിൻ്റെ. എന്നാൽ ഖണ്ഡന പ്രസംഗമല്ലാതെ അവിടെ സംവാദം നടന്നതിൻ്റെ ഒരു തെളിവും ഇല്ല, ഒരു തെളിവില്ല. ഇതിങ്ങനെ പെരുപ്പിച്ച് കുറേ ആൾക്കാർ ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് പല കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരം മുട്ടി പോകുന്നുണ്ട്, ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക്. അതിൻ്റെ ഇപ്പോൾ അതിൽ പങ്കെടുത്ത ഈ 40 പുരോഹിതന്മാരിൽ ഒരാളാണെന്ന് അവകാശപ്പെടുന്ന ഇബ്രാഹിം മുണ്ടക്കനെ നേരിട്ട് കണ്ട് സംസാരിച്ച സമയത്ത് ഇതൊക്കെ അയാളുടെയും മറ്റാരുടെയൊക്കെയും ഒക്കെ ഉള്ളൊരു സൃഷ്ടിയാണെന്ന് വ്യക്തമായി. കാരണം ഈ ഇബ്രാഹിം മുണ്ടക്കൻ എന്നയാൾക്ക് സുറിയാനി, ഇപ്പോൾ സുറിയാനിയിൽ സംവാദം നടത്തിയെന്ന് പറഞ്ഞാൽ ആൾക്ക് സുറിയാനിനെ മറ്റേയാൾക്ക് അറിയില്ല എന്നത് ഒന്ന്. പിന്നെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായി വരുന്ന ഒരാൾക്ക് ഇംഗ്ലീഷിൽ കുറഞ്ഞതെങ്കിലും ബേസിക്കായിട്ടുള്ള അറിവെങ്കിലും എന്തായാലും ഉണ്ടാവും. കുറഞ്ഞ അറിവെന്നല്ല കേട്ടോ ഉണ്ടാവുക. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പൊതുവെ ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം, കൈകാര്യം ചെയ്യാൻ കഴിയും. ഇയാൾക്ക് അത്ര അധികമൊന്നും പരിജ്ഞാനമേ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ സുറിയാനി ബൈബിൾ വായിച്ച് സംവാദം നടത്തി എന്നൊക്കെയാണ് പറയുന്ന കഥകളിലുള്ളത്. ഞങ്ങൾ അന്വേഷിച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ബൈബിൾ വായിച്ചിട്ട്, ഇംഗ്ലീഷ് ബൈബിളിലെ ചില ഭാഗങ്ങൾ വായിച്ചിട്ടോ, അല്ല ഇംഗ്ലീഷ് ബൈബിള് തൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് സംസാരിച്ചു ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന 2 പേർ, ആ 2 പേരെ എനിക്ക് അന്ന് കാണാൻ പറ്റി. അതായത് ഈ സംവാദത്തിൽ പങ്കെടുത്ത സംവാദമല്ല, ഈ പറയുന്ന ഖണ്ഡന പ്രസംഗത്തിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ പിന്നീട് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷിൻ്റെ ബൈബിള് ഈ ഒരു ഖണ്ഡന പ്രസംഗത്തിൻ്റെ ഇടയിൽ എപ്പോഴോ എടുത്തിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് സുറിയാനി ബൈബിളായി മാറിയതും പിന്നീട് സുറിയാനി ഭാഷയിൽ അച്ഛന്മാരോട് നടത്തിയ സംവാദമായി മാറുന്നതും. എപ്പോഴോ ഒരു പള്ളിയിലച്ഛൻ എങ്ങാണ്ട് അവിടെ വന്നിരുന്നു എന്നും എന്നിട്ട് ടേപ്പ് റെക്കോർഡർ എന്തോ അയാളെ കയ്യിലുണ്ടായിരുന്നു എന്നും ആരൊക്കെയോ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും തന്നെ അയാളെന്തോ എണീറ്റ് എന്തോ ചോദിച്ചു, അതിനെന്തോ മറുപടി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക്, അത് തന്നെ ഒരു അവ്യക്തമായ ഓർമ്മയാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ തന്നെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു ഖണ്ഡന സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സംവാദമൊന്നും അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് അന്വേഷണത്തിൽ തീർത്തും അങ്ങ് ബോധ്യമായി. എന്ന് മാത്രമല്ല, ഇ കെ അബൂബക്കർ മുസ്ലിയാർ മരിച്ച ഉടനെ ഇറങ്ങിയ ശംസുൽ ഉലമാ സ്മരണിക, അയാളെക്കുറിച്ച് എഴുതിയ ആ ഒരു സ്മരണികയിൽ ഈ സംഭവത്തെക്കുറിച്ച് ഒരാൾ പോലും, ഈ ഇബ്രാഹിം മുണ്ടക്കൻ എന്ന് പറയുന്ന ആളെ ബാക്കി ആരും ഈ പറയുന്ന സംഭവത്തിനെ കുറിച്ചൊന്നും പറയണില്ല. അപ്പോൾ തന്നെ അവിടെ നമുക്ക് ഒരു കല്ലുകടി ഉണ്ടാവും. കാരണം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഒരാൾ പോലും അത് മെൻഷൻ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ, അതും അതിൽ സന്നിഹിതരായ, ഈ പരിപാടി ഖണ്ഡന പ്രസംഗത്തിൽ സന്നിഹിതരായ ആൾക്കാരൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരൊന്നും ഇത്തരം ഒരു സംവാദത്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നേ ഇല്ല. എന്നിരിക്കെ പിന്നീട് ഒരു 20-30 വർഷങ്ങളാവുമ്പോഴേക്ക് കഥ മാറാണ്. സുറിയാനിയിൽ നടത്തിയ സംവാദമായി 40 പള്ളിയിലച്ഛന്മാർ മുസ്ലിങ്ങളായി, 68 ക്രിസ്ത്യൻ കുടുംബങ്ങൾ മുസ്ലിങ്ങളായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് എക്സാജറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ കഥ. ഇതിപ്പോൾ ഒരു ഹദീസായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നബിവചനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊക്കെ പറയലുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ഇതിനെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇബ്രാഹിം മുണ്ടക്കൻ, ആരായിരുന്നു ഇബ്രാഹിം മുണ്ടക്കൻ, അയാളെക്കുറിച്ചൊരു തെളിവ് പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാമിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ ഉസ്താദിൻ്റെ അന്വേഷണത്തിൽ.
അതായത് ഈ ഇബ്രാഹിം മുണ്ടക്കൻ എന്ന് പറയുന്ന ആളെ മുസ്ലിം ആക്കിയത് ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ് അവിടെ ചെന്നിട്ട്. അതിനും അപ്പുറത്തേക്ക് ഇബ്രാഹിം മുണ്ടക്കൻ എന്ന് പറയുന്ന ആൾ, മുമ്പത്തെ പേര് ജോൺ മുണ്ടക്കൽ എന്നായിരുന്നു, അതിനപ്പുറത്തേക്ക് അയാളൊരു പുരോഹിതനായിരുന്നേ ഇല്ല. ആ ഒരു ആൾ, അത് അദ്ദേഹത്തിൻ്റെ തന്നെ സംസാരങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് അടുത്ത ഫാക്ട് ചെക്കിങ് നടത്തിയാൽ മനസ്സിലാവും. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് കേട്ട ഉടനെ എൻ്റെ മെക്കിട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ അയാൾ ഇപ്പോഴും ഒരുപാട് പ്രസംഗങ്ങൾ യൂട്യൂബിൽ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് കേട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഫാക്ട് ചെക്കിങ് നടത്തിയാൽ മനസ്സിലാവും അയാൾ പറഞ്ഞതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്ത് പറഞ്ഞതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് കൃത്യം ഒരു ഹദീസ് പോലെ ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഈ ടെക്നോളജി ഒക്കെ ഉണ്ട്, പക്ഷേ ടെക്നോളജി ഒന്നും ഇല്ലാത്തൊരു കാലമാണ് കൂട്ടുക. ഈ കാലങ്ങൾ കഴിഞ്ഞ് ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ വരികയാണ്. അതായത് 40 പള്ളിയിലച്ചന്മാരും 60-ലധികം ക്രിസ്ത്യൻ കുടുംബങ്ങളൊക്കെ മുസ്ലിങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. ഇ കെ അബൂബക്കർ മുസ്ലിയാരെ അത് മുസ്ലിം ആക്കി എന്നുള്ളതിൻ്റെ തെളിവെന്താ? അത് പറഞ്ഞിട്ടുള്ളത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ തന്നെ മുസ്ലിം ആക്കി എന്ന് മഅൂനത്തുൽ ഇസ്ലാമിൽ എഴുതിയിട്ടുള്ള ഇബ്രാഹിം മുണ്ടക്കനാണ്. അപ്പോൾ സ്വഹീഹാണ് അല്ലേ? ഹദീസ് സ്വഹീഹായില്ലേ? ഇബ്രാഹിം മുണ്ടക്കനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് മഹാനായ റഹ്മത്തുള്ള ഖാസിമിയാണ്. അതുപോലെ ഷാജഹാൻ റഹ്മാനി, വലിയ വലിയ സ്വഹാബികളായിട്ട് സ്വഹാബികൾ വലിയ ഈ പ്രമുഖരായിട്ട് വേണമെങ്കിൽ ഇവരെ കൂട്ടാം. ഇപ്പോൾ ഈ ശംസുൽ ഉലമനെ നബി ആയിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സ്വഹാബികളിൽ ഒരാളായിട്ട് ഈ പറയുന്ന മുണ്ടക്കൻ ഈ സംഭവത്തിലെ തന്നെ പ്രധാന സാക്ഷിയായിട്ട് അവകാശപ്പെടുന്ന ആൾ. പിന്നെ എങ്ങനെ നടന്നതായിട്ട് കണ്ടു എന്ന് പറയുന്ന ആർ.വി. ദാരിമി എന്ന് പറയുന്നൊരു പണ്ഡിതൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ നടക്കാത്ത സംവാദം കണ്ടതായിട്ട് ആർ.വി. ദാരിമി പറയുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ആർ.വി. ദാരിമി ഇടയ്ക്ക് പറയാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആർ.വി. ദാരിമി സ്വഹാബികളായിട്ടുള്ള ശംസുൽ ഉലമനെ നബി ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ സ്വഹാബിയായിട്ടുള്ള ആർ.വി. ദാരിമിയും സ്വഹാബിയായിട്ടുള്ള ഇബ്രാഹിം മുണ്ടക്കനും ഈ കാര്യം കണ്ടു എന്നും അവരതിൽ സന്നിഹിതരായിരുന്നു എന്നും പറയുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ഈ പ്രമുഖൻ, എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കണ്ട് വളർന്ന ആൾക്കാർ, സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിങ്ങളെയാണ് താബിയുകൾ എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ റഹ്മത്തുള്ള ഖാസിമി, ഷാജാ റഹ്മാനി, അഹമ്മദ് കബീർ വാക്കവി ഒക്കെ എന്താണ്, ഒക്കെ താബികളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിനോട് അടുപ്പിച്ച് എഴുതപ്പെട്ട സമസ്ത പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. നടക്കാത്ത സംവാദം നടന്നായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് സ്വഹീഹായി. എന്നാൽ ഈ സ്വഹീഹായ ഈ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഫാക്ട് ചെക്കിങ് നടത്തുമ്പോൾ സ്വഹീഹാണോ പ്രബലാണോ? വെറും കള്ളം, പച്ചക്കള്ളം. അപ്പോൾ ആ രീതിയിലാണ് ഒരുപാട് കറാമത്ത് കഥകൾ, ഈ പറയുന്ന ദിവ്യാത്ഭുതങ്ങൾ, ഏത് തരം ദിവ്യാത്ഭുതങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ കഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതാണിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് സാധാരണയിൽ കവിഞ്ഞ് 47 മിനിറ്റൊക്കെ ആയി. മുമ്പെപ്പോഴോ ഇത്രത്തോളം സമയമായിട്ടുണ്ട് അല്ലേ? ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞു വന്നത്. കറാമത്തുകളുടെയൊക്കെ ഉള്ളുകള്ളികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞതാണ്. എൻ്റെ ചില അനുഭവങ്ങളെ മുൻനിർത്തിയിട്ട് പറ്റിയാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കറാമത്ത്, മോചിതത്ത്, ദിവ്യാത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഏതായാലും ഞാൻ മുമ്പേ പറഞ്ഞു വെച്ച 3 വീഡിയോകളിൽ 3ാമത്തെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ഏതായാലും കേട്ടവർക്ക്, ഇതുവരെ എത്ര പേര് കേട്ടെത്തിയെന്നറിയില്ല, കേട്ടെത്തിയവർക്ക് നന്ദി. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം.